ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ എൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, ആൻമി നീ എക്സ്റ്റൻഷൻ വെച്ചതല്ലേ, ഇത് ഫേക്ക് ഹെയർ അല്ലേ എന്നൊക്കെ. നോ, ദിസ് ഈസ് റിയൽ. ഇതിൻ്റെ ഒറിജിനൽ മുടിയാണ്. ഇതെല്ലാം എൻ്റെ പഴയ ഫോട്ടോസാണ്. ഒരു പരിധിയിൽ കൂടുതൽ എൻ്റെ മുടി ഒരിക്കലും ലെങ്ത് വെച്ചിരുന്നില്ല. ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള അൺമാനേജബിൾ ഹെയർ ആയതുകൊണ്ട് ഒരു 7 തവണയെങ്കിലും ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടാവും. തൃശ്ശൂർ നെല്ലായിലുള്ള ഒരു പഴയ വൈദ്യ ഫാമിലിയിലേക്കാണ് ഞാൻ കല്യാണം കഴിച്ചു ചെന്നത്. 6 തലമുറകളായുള്ള ബന്ധമാണ് ആ ഫാമിലിക്ക് ആയുർവേദവുമായി. പക്ഷേ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഞാൻ മുടിയിൽ എണ്ണ തേച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആയുർവേദം കൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല എന്നായിരുന്നു എൻ്റെ ചിന്താഗതി. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതിഭീകരമായ ഹെയർ ഫോൾ. ഞാൻ എന്ത് ചെയ്തു? ഞാൻ എണ്ണയൊന്നും തേക്കാൻ കൂട്ടാക്കിയില്ല. ഞാൻ വീണ്ടും പോയി സ്ട്രെയിറ്റനിങ് ചെയ്തു. ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, ഹെവി ഹെയർ ഫോൾ. അവസാനം ഞാൻ ആയുർവേദത്തിന് കീഴടങ്ങി. വെറും 2.5 വർഷത്തിനുള്ളിലാണ് എൻ്റെ ഈ ഹെയർ ട്രാൻസ്ഫോർമേഷൻ. എൻ്റെ ഈ ഹെയർ ഗ്രോത്തിനുള്ള പ്രധാനപ്പെട്ട റീസൺ ഈ ഓയിലാണ്. കലാമൃതിൻ്റെ നീലിഭൃങ്ങാതി കോക്കനട്ട് ഓയിൽ. ഇതൊരു ഹൈ ക്വാളിറ്റി നീലിഭൃങ്ങാതിയാണ്. ഹെയർ ഗ്രോത്തിനുള്ള അരിഷ്ടവും കലാമൃതിനുണ്ട്. എനിക്ക് പേഴ്സണലി കലാമൃതി യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത്.